മഹാമാരിയിൽ അനേക പേർ അടിമപ്പെട്ടു പോകുമ്പോഴും നമ്മെ അതിൽ നിന്നൊക്കെയും മാറ്റി നിർത്തി കർത്താവ് ഇത്രത്തോളം കാത്ത് പരിപാലിക്കുന്ന കൃപകളെ ഓർത്ത് എത്ര പേർക്ക് ഈ രാത്രികാലം കർത്താവിനെ സ്തുതിപ്പാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഈ രാത്രികാലം അല്പമായി വചനത്തെ ചിന്തിച്ച് പ്രാർത്ഥിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കാം. അല്പസമയം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 5-ാം വാക്യത്തിൻ്റെ ബി ഭാഗം. നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു, ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു, ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? നീ കോപിച്ചപ്പോൾ ഞങ്ങൾ പാപത്തിൽ അകപ്പെട്ടു, ഇതിൽ ഞങ്ങൾ ബഹുകാലം കഴിച്ചു, ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? അല്പസമയമായി രക്ഷ എന്ന് പറയുന്ന ഒരു ചിന്തയെ നിങ്ങളുമായി ചിന്തിച്ച് പ്രാർത്ഥിപ്പാനായി അടിയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് രക്ഷ ഉണ്ടാകുമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 64-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ രക്ഷയുടെ കുറേ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാവാൻ കഴിയും. അതിൽ പാപത്തിൽ ആയിപ്പോയി അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, പാപത്തിൽ അകപ്പെട്ട ഒരു വ്യക്തിക്ക് എങ്ങനെ തിരിച്ച് രക്ഷയിലേക്ക് കടന്നു വരാം എന്നുള്ളൊരു ഭാഗത്തെ നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, ആ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നാം ഈ ലോകത്ത് നോക്കുമ്പോൾ പലതിൽ നിന്നും നമുക്ക് രക്ഷ നേടുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. മറ്റ് എന്തെല്ലാം നമ്മൾ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാലും, എന്തെല്ലാം പ്രതികൂലങ്ങളിൽ ഏർപ്പെട്ടാലും, പ്രയാസങ്ങളിൽ ഏർപ്പെട്ടാലും, മറ്റെന്തെല്ലാം വിഷയങ്ങളിൽ ഏർപ്പെട്ടാലും നമുക്ക് അതിൽ നിന്നൊക്കെയും രക്ഷപ്പെടാനായിട്ട് മാനുഷികമായിട്ട് നമുക്ക് കഴിയും. പക്ഷേ എങ്കിൽ നമ്മൾ വചനം പഠിക്കുമ്പോൾ വചനത്തിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിൽ നിന്നൊരു രക്ഷ പ്രാപിപ്പാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ വലിയൊരു നഷ്ടം തന്നെ. ഹല്ലേലൂയ. ഈ ലോകത്ത് നമുക്ക് അനേക പേരിൽ നിന്ന്, ഇപ്പം മനുഷ്യരുടെ നിന്നായാലും അവരുടെ സഹായം മൂലം നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് ഒളിച്ച് കുറച്ച് നാൾ വസിക്കണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പേരുടെ സഹായം മൂലം നമുക്ക് അതിൽ നിന്ന് രക്ഷ നേടുവാനായിട്ട് കഴിയും. പക്ഷേ എന്നായാലും അത് പിടിക്കപ്പെടും എന്നുള്ളൊരു ചിന്തയോടെയാണ് ഈ രക്ഷ പക്ഷെ ചെയ്യുന്നത്. പക്ഷേ നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു രക്ഷ നമുക്ക് നേടണമെങ്കിൽ നമ്മുടെ ജീവിത അന്ത്യകാലം വരെയും കർത്താവിനോട് ചേരുന്ന ആ നിമിഷം വരെയും നമ്മോട് ഈ രക്ഷയുണ്ടാകും. ഹല്ലേലൂയ. എത്ര പേർ ഈ രാത്രികാലം വിശ്വസിക്കുന്നു? ആ വലിയൊരു രക്ഷ പ്രാപിപ്പാൻ എത്ര പേർ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുണ്ട്? അതുകൊണ്ട് തന്നെ നാം ഈ രാത്രികാലം രക്ഷയുടെ സ്വഭാവത്തെപ്പറ്റി, രക്ഷയുടെ പ്രാധാന്യത്തെപ്പറ്റി, ഹല്ലേലൂയ, രക്ഷയുടെ അർത്ഥത്തെ പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. രക്ഷ നമ്മുടെ ജീവിതങ്ങളുടെ മേൽ വരുമ്പോൾ വലിയൊരു മാറ്റം സംഭവിക്കും. ഞാൻ പറയുന്നത് മാനുഷികമായ ഒരു രക്ഷയെ പറ്റിയല്ല, ദൈവികമായ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ഒരു രക്ഷയെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് രക്ഷ. മാനുഷികമായി നോക്കുമ്പോൾ നമുക്ക് പലതിൽ നിന്നും രക്ഷ നേടുവാൻ കഴിഞ്ഞിരിക്കാം, പക്ഷേ ചിലതിൽ നിന്നൊക്കെ രക്ഷ നേടാതെ ഇരിക്കുന്ന അവസരങ്ങളും ഉണ്ടാകും. ഹല്ലേലൂയ. അതിൽ നിന്നൊക്കെയും നമ്മെ വിടുവിച്ച് നമുക്ക് വലിയൊരു രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം കർത്താവിൻ്റെ സന്നിധിയിലാക്കിയിരിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, എത്ര പേര് രാത്രികാലം വിശ്വാസത്തോടെ ആയിരിക്കുന്നു ആ വലിയൊരു രക്ഷ ഈ രാത്രികാലം പ്രാപിച്ചെടുപ്പാൻ? ഹല്ലേലൂയ. നാം വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, നാം ഏതിൽ നിന്ന് നാം രക്ഷ നേടണം. ഹല്ലേലൂയ. ഈ രാത്രികാലം നാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് രക്ഷ എങ്ങനെ പ്രാപിക്കാം, രക്ഷ ഏതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം എന്നൊക്കെ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. കാരണം വചനം പഠിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന പാപത്തിൽ നിന്നാണ് നാം രക്ഷ നേടേണ്ടത്. ഹല്ലേലൂയ. ഒരു വ്യക്തി പാപത്തിൽ അടിമപ്പെട്ടു പോകുമ്പോഴും അതിൽ നിന്നൊക്കെ പാപബോധം നേടിക്കൊണ്ട് അതിൽ നിന്നൊരു രക്ഷ നേടുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, ഈ രാത്രികാലം വലിയൊരു അത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള വലിയൊരു സ്വാതന്ത്ര്യം, വലിയൊരു വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത്. ഒരു വ്യക്തി പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുമ്പോഴും അതിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ, അതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുന്നുണ്ട് എങ്കിൽ, പാപത്തിൽ അടിമപ്പെട്ടു പോകുവാനല്ല, അതിൽ നിന്ന് ആ പാപം ഞാൻ ചെയ്തത് പാപമാണ് എന്നുള്ളൊരു കുറ്റബോധത്തോടെ അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ, അതിൽ നിന്നൊരു വിടുതൽ നിനക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ, അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രക്ഷ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അത് നമുക്കൊരു ചിന്തിക്കാം, നമുക്ക് ഈ രാത്രികാലം ഒരു കാര്യം ചിന്തിക്കാം. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഇപ്പോൾ നാം പറയും രക്ഷിക്കണം, എന്നെ എന്താണ് ഒരു വ്യക്തിയോട് പറയുമെന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമെന്ന് നാം പറഞ്ഞാൽ നമ്മൾ അവരെ സഹായിക്കും, എങ്ങനെയെങ്കിലും ആ വ്യക്തിയെ ഒന്ന് രക്ഷിക്കണം എന്ന് നമുക്കും ഒരു ചിന്ത ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു വ്യക്തിയോ നമ്മളോട് ചോദിക്കുകയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. ആ വ്യക്തി വന്ന് നമ്മോട് ചോദിക്കുന്നു, ഹല്ലേലൂയ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? അത് വചനപ്രകാരം നാം ചിന്തിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം വായിച്ചു വരുമ്പോൾ നമുക്ക് 30-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം കിടപ്പുണ്ട്. ഹല്ലേലൂയ. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്നുള്ളൊരു ചോദ്യം. ഹല്ലേലൂയ. ഈ ചോദ്യം നമുക്ക് ഈ സന്ദർഭമെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം കാരാഗൃഹ പ്രമാണി പൗലോസിനോടും ശീലാസിനോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഹല്ലേലൂയ. ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരാഗൃഹ പ്രമാണി പൗലോസിനോടും ശീലാസിനോടും ചോദിക്കുന്നുണ്ട്. കാരണം കാരാഗൃഹ പ്രമാണിക്ക് ഒരു പാപബോധം അവിടെ സംഭവിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി അവിടെ നടന്നപ്പോൾ പാപബോധം ലഭിച്ചവനായി ആ വ്യക്തികളോട്, ആ ദൈവദാസന്മാരോട് കാരാഗൃഹ പ്രമാണി ചോദിക്കുന്ന ഒരു കാര്യമാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരാഗൃഹ പ്രമാണി പൗലോസിനോടും ശീലാസിനോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? നമ്മുടെ ചിലരുടെ എങ്കിലും മനസ്സിലുണ്ടായിരിക്കുന്ന കാര്യമാണ്, ഞാൻ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ പാപത്തിൻ്റെ അടിമപ്പെട്ട് പോകുമ്പോഴും അതിൽ നിന്നൊരു രക്ഷ നേടുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ദിനംതോറും ചെയ്യുന്ന എല്ലാ പാപത്തിൽ നിന്നും എനിക്ക് എങ്ങനെ രക്ഷ പ്രാപിപ്പാൻ കഴിയും? ഞാൻ എങ്ങനെ ആ രക്ഷ നേടിയെടുക്കും? എങ്ങനെ ഞാൻ ആ രക്ഷ പ്രാപിച്ചെടുക്കും എന്നുള്ളൊരു ചോദ്യം എല്ലാ വ്യക്തിയുടെ മേലും, പാപം ചെയ്യുന്ന എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കാം. പക്ഷെ അതിൽ നിന്നൊക്കെയും വചനം നമുക്ക് പറയുമ്പോൾ വചനം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. അതിൽ 31-ാം വാക്യം ഇപ്രകാരം പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവുമോ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഒരു ലളിതമായ ഒരു ഉത്തരമാണെങ്കിൽ പോലും നല്ല അർത്ഥവ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. എങ്ങനെ നിനക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും? കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിനക്ക് രക്ഷ പ്രാപിപ്പാനായിട്ട് കഴിയും. കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിക്കും. ഹല്ലേലൂയ. നീ ഏതെല്ലാം പാപത്തിൽ അടിമപ്പെട്ടു പോയാലും അതിൽ നിന്നൊക്കെയും പാപബോധത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പാപത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് വലിയൊരു രക്ഷ നിനക്ക് നേടിയെടുപ്പാൻ കഴിയുന്നുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പാപബോധത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട്, ഹല്ലേലൂയ. എത്ര പേർ ആ ഒരു പ്രത്യാശയോടെ ആയിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുന്നു, പ്രത്യാശയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്നവരോട് എങ്ങനെ രക്ഷ പ്രാപിച്ചെടുക്കാം? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ലളിതമായ ഒരു ഉത്തരം പൗലോസും ശീലാസും നൽകിയെങ്കിൽ ഒരു വ്യക്തമായ ഒരു ചിന്ത കാരാഗൃഹ പ്രമാണിയുടെ ജീവിതത്തിലുണ്ടായി. ഹല്ലേലൂയ. അതിൻ്റെ അവസാന ഭാഗമൊക്കെ നാം വായിച്ചു വരുമ്പോൾ, പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു, ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. ഹല്ലേലൂയ. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്നാണ് കാരാഗൃഹ പ്രമാണി ചോദിച്ചത്. പക്ഷേ കാരാഗൃഹ പ്രമാണിക്ക് ലഭിച്ച മറുപടി, കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിലാണോ നിൻ്റെ രക്ഷ എങ്കിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പക്ഷേ കാരാഗൃഹ പ്രമാണിയുടെ ജീവിതം പാപബോധം വരുന്നതിന് മുൻപ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, കഷ്ടം നിറഞ്ഞതായിരിക്കാം, കണ്ണുനീര് നിറഞ്ഞതായിരിക്കാം, വേദനകൾ നിറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് തന്നെ വലിയൊരു പാപബോധം, ഹല്ലേലൂയ, കാരാഗൃഹ പ്രമാണിയുടെ ജീവിതത്തിൽ വരുമ്പോൾ, ഹല്ലേലൂയ, കാരാഗൃഹ പ്രമാണിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുമ്പോൾ, ദൈവമുണ്ട് എന്നുള്ളൊരു ചിന്ത കാരാഗൃഹ പ്രമാണിക്കുണ്ടാകുമ്പോൾ, കാരാഗൃഹ പ്രമാണി ചോദിക്കുന്നൊരു വാക്കാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കണം, എന്നാൽ നീയും നിൻ്റെ കുടുംബവുമോ രക്ഷ പ്രാപിക്കും. നിൻ്റെ കുടുംബവും നീയും രക്ഷ പ്രാപിച്ചുവെങ്കിൽ നിൻ്റെ കുടുംബത്തിൽ അതിനുശേഷം ഉണ്ടാകുന്നത് സങ്കടമോ പ്രയാസമോ പ്രതികൂലമോ ദുഃഖമോ ഒന്നുമല്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ആനന്ദിപ്പാൻ കഴിയും. ഹല്ലേലൂയ. വലിയൊരു രക്ഷ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാനും മഹത്വ
മഹത്വപ്പെടുത്തുവാനും സ്തുതിപ്പാനുമൊക്കെ ഈ വലിയൊരു രക്ഷ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതങ്ങൾ മേൽ അത്ഭുതം നടക്കും. ഹല്ലേലൂയ. പിന്നീട് നമുക്ക് സങ്കടമല്ല വരുന്നത്. ഹല്ലേലൂയ. നമ്മുടെ മുൻപിൽ സങ്കടപ്പെടേണ്ട അവസരങ്ങൾ വന്നിരിക്കാം. പക്ഷേ അതിൽ നിന്നൊക്കെയും കർത്താവിൻ്റെ വലിയൊരു നാമമഹത്വത്തിന് ആനന്ദം നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഹല്ലേലൂയ. കർത്താവിൽ നമ്മൾ എപ്പോഴും സങ്കടത്തോടെ അല്ല ആയിരിക്കേണ്ടത്. വചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, വചനം പറയുന്നു കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന്. കാരണം നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരുന്നുണ്ട് എങ്കിൽ നാം വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, കർത്താവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിച്ചു. ഹല്ലേലൂയ. ആ വലിയൊരു രക്ഷിതാവിനെ ഞാൻ രക്ഷ പ്രാപിപ്പാൻ കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു എങ്കിൽ ഹല്ലേലൂയ, ഞാനും എൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഈ രാത്രികാലം ഓരോ വ്യക്തികൾക്കും പറയുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. യേശുവിനെയാണ് ഞാൻ ഈ രാത്രികാലം രക്ഷിതാവായി സ്വീകരിച്ചതെങ്കിൽ എൻ്റെ കുടുംബവും ഞാനും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. നാം വലിയൊരു കെട്ടിൽ നിന്ന്, ഹല്ലേലൂയ, വലിയൊരു പാപത്തിൽ നിന്ന് കർത്താവ് നമ്മെ അഴിച്ച് ഹല്ലേലൂയ വലിയൊരു രക്ഷ നമ്മുടെ ജീവിതത്തിന്മേൽ തന്നെങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ചുറ്റും ദൂതഗണങ്ങളാൽ കൊണ്ട് കാവൽ ചെയ്യുന്നവനായൊരു കർത്താവ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നാം ഇപ്പോൾ ഇരിക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് ചുറ്റും ദൂത സൈന്യങ്ങളെ കൊണ്ട് കാവൽ ചെയ്യുന്നവനായ കർത്താവ്. ഹല്ലേലൂയ. ആ വലിയൊരു രക്ഷ പ്രാപിച്ചെടുപ്പാൻ എത്ര പേർ ഈ രാത്രികാലം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. രക്ഷയെക്കുറിച്ച് അനേക വാക്യങ്ങൾ വചനത്തിൽ പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. യേശു കർത്താവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റു പറയണം. ഹല്ലേലൂയ. ഈ വചനം പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. വായ്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ മാത്രം പോരാ. ഹല്ലേലൂയ. നീ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്, കർത്താവായ യേശുവിൽ നീ വിശ്വസിച്ചാൽ മാത്രം ഹല്ലേലൂയ നിനക്ക് വലിയൊരു രക്ഷ പ്രാപിച്ചെടുക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എത്ര പേർ രാത്രികാലം വിശ്വസിക്കുന്നു? ചുരുക്കത്തിൽ നാം പറഞ്ഞാൽ രക്ഷ എന്ന് പറഞ്ഞാൽ പാപഭാരത്തിൽ നിന്നും പാപബന്ധത്തിൽ നിന്നും ഉള്ളൊരു വലിയൊരു വിടുതലാണ് രക്ഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. രക്ഷ എന്ന് പറയുന്നത് പാപബോധം തരും നമുക്ക്. ഹല്ലേലൂയ. വീണ്ടും പാപം ചെയ്യാനുള്ളൊരു പ്രേരണയല്ല, പാപം ചെയ്യരുത് എന്നുള്ളൊരു പ്രേരണ നമുക്ക് രക്ഷ എന്നൊരു അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. വലിയൊരു മാനസാന്തരം നമുക്കതിലൂടെ ലഭിക്കും. ഹല്ലേലൂയ. രക്ഷ പ്രാപിച്ചെടുപ്പാൻ ഹല്ലേലൂയ നമുക്ക് കഴിയുന്നുണ്ട് എങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? നമ്മോട് തന്നെ നമുക്ക് ചോദിപ്പാൻ കഴിയും, കർത്താവേ ഞാൻ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർ രാത്രികാലം കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, കർത്താവേ ഞാൻ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ഹല്ലേലൂയ. കർത്താവായ യേശുവിലാണോ നീ വിശ്വസിക്കുന്നത് എങ്കിൽ നിനക്ക് രക്ഷ നേടിയെടുപ്പാൻ കഴിയും. കർത്താവായ ദൈവത്തിലാണോ നീ വിശ്വസിക്കുന്നത്, കർത്താവായ ദൈവത്തിലാണോ നിന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ നിനക്ക് രക്ഷ നേടിയെടുപ്പാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രാത്രികാലവും വലിയൊരു രക്ഷയെ പ്രഘോഷിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ അടിയന് ഒരുക്കിയ കൃപയ്ക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനേകർക്ക് ലഭിക്കാത്ത ഈ മഹാഭാഗ്യം, വലിയൊരു രക്ഷ നമ്മുടെ ജീവിതത്തിൽ തന്നവനായ കർത്താവിനെ ഹല്ലേലൂയ എത്ര പേർ രാത്രികാലം സ്തുതിക്കുന്നുണ്ട്. നാം ലോകത്ത് നോക്കുമ്പോൾ അനേക പേർ രക്ഷ എന്തെന്നറിയാതെ, രക്ഷ എന്തെന്ന് അനുഭവിക്കാതെ ലോകത്തായിരിക്കുമ്പോൾ വലിയൊരു രക്ഷ നമുക്ക് തന്ന കർത്താവ്, നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നവനായ കർത്താവ്, വലിയൊരു രക്ഷ പ്രാപിപ്പാൻ തക്കവണ്ണം ധൈര്യം തന്നവനായൊരു കർത്താവിനെ ഈ രാത്രികാലം എത്ര പേർക്ക് സ്തുതിപ്പാൻ കഴിയുന്നു? ഹല്ലേലൂയ. വചനം പറയുന്നത് പോലെ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ, കർത്താവായ യേശുവിൽ വിശ്വസിപ്പിൻ, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ആ ഒരു വാചകം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവായ യേശുവിലാണോ നീ വിശ്വസിക്കുന്നത് എങ്കിൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. രക്ഷ പ്രാപിപ്പാൻ നമുക്ക് രക്ഷ പ്രാപിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പാപം ചെയ്തിട്ട് അത് പ്രാപിച്ചു എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. രക്ഷ പ്രാപിക്കുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ വീണ്ടും പാപത്തിലേക്ക് മടങ്ങിപ്പോകുവാനോ വീണ്ടും പാപം ചെയ്യാനുള്ള പ്രേരണ ഒന്നും ലഭിക്കില്ല. ഹല്ലേലൂയ. പാപബോധത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ രക്ഷ പ്രാപിച്ചെടുക്കുവാൻ കഴിയും. ഹല്ലേലൂയ. എത്ര പേർ രാത്രികാലം വിശ്വാസത്തോടെ ആയിരിക്കുന്നു? കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനാണ് നിനക്ക് ആ രക്ഷ തന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തെ ഈ ലോകമെമ്പാടും വിളിച്ച് പറയാനാണ് നിനക്ക് ആ രക്ഷ കർത്താവ് തന്നത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു ആ രക്ഷ പ്രാപിച്ചെടുപ്പാൻ എനിക്ക് ഈ രാത്രികാലം കഴിയും? ഹല്ലേലൂയ. ഒരു സമർപ്പണത്തോടെ കർത്താവിൻ്റെ സന്നിധി വരാമോ? ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ആ രക്ഷയിൽ നിന്ന് നേടിയെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആ രക്ഷ നേടിയെടുക്കണം അപ്പാ. എത്ര പേർ വിശ്വാസത്തോടെ ആയിരിക്കുന്നു? ആമേൻ, സ്തോത്രം. എത്ര പേർ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു? കർത്താവിനോട് പറയാമോ, അപ്പാ ഞാൻ അങ്ങിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് ഇന്ന് ആ രക്ഷ വേണം. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞാൻ അങ്ങിൽ മാത്രമാണ് ഞാൻ വിശ്വാസം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള ഒന്നിനും എനിക്ക് വിശ്വാസമില്ല കർത്താവേ, അങ്ങ് മാത്രമാണ് എൻ്റെ രക്ഷകൻ. എത്ര പേർക്ക് രാത്രികാലം പറയാൻ കഴിയുന്നു, കർത്താവേ അങ്ങ് മാത്രമാണ് എൻ്റെ ദൈവം, അങ്ങ് മാത്രമാണ് എൻ്റെ രക്ഷകൻ, ഞാൻ അങ്ങിൽ മാത്രമാണ് വിശ്വാസം വെച്ചിരിക്കുന്നത്. എങ്കിൽ എനിക്ക് ഇന്ന് ഈ രാത്രികാലം ആ രക്ഷ വേണമെന്ന് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരാമോ? ഹല്ലേലൂയ. ആ രക്ഷ ഈ രാത്രികാലം പ്രാപിച്ചെടുപ്പാൻ ഹല്ലേലൂയ കർത്താവിനെ ഇന്ന് സ്തുതിക്കാമോ? രാത്രികാലം ആ രക്ഷ എനിക്കിന്ന് വേണം അപ്പാ. എത്ര പേർക്ക് പറയാൻ കഴിയുന്നു? ആ കൃപാവരത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. കർത്താവിനോട് പറയാം, കർത്താവിനെ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയും നിൻ്റെ കുടുംബവും